കഴിഞ്ഞ കുറെ കാലമായി T20യിൽ ഇന്ത്യയുടെ ഉറച്ച കോട്ടയാണ് അഭിഷേക്. അഭിഷേക് വീണാൽ ഇന്ത്യ വീണു എന്നത് സമീപകാലത്ത് T20യിൽ ഇന്ത്യയെക്കുറിച്ചുള്ള സത്യമായ ഒരു വിശേഷണമാണ്. എന്നാൽ ആ കോട്ട തകർത്ത് ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ച സാറ്റ്നർക്കും കൂട്ടർക്കും തെറ്റി. കാലങ്ങളായി തീ ഊതി ഊതി കാച്ചിയ ബാറ്റുമായി അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. 785 ദിവസത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം കിട്ടിയ അവസരം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. നീണ്ട അവഗണന, കോൺട്രാക്റ്റിൽ നിന്നും ഒഴിവാക്കിയത് തുടങ്ങി കാലം തന്നോട് ചെയ്തതിനെല്ലാം അയാൾ മറുപടി നൽകാൻ തീരുമാനിച്ചു. ആഭ്യന്തര ക്രിക്കറ്റിലെ മിന്നും പ്രകടനം തന്ന രണ്ടാം ലൈഫ് അങ്ങനെ വെറുതെ കളയാനല്ലെന്ന് അയാൾ ആ രാത്രിയിൽ പ്രഖ്യാപിച്ചു. നേരിട്ടത് ആകെ 32 പന്തുകൾ, 4 പടുകൂറ്റൻ സിക്സറുകൾ, 11 ഫോറുകൾ. തന്റെ ഇന്റന്റ് എന്താണെന്ന് ഇഷാൻ ആദ്യ പന്ത് മുതൽ വ്യക്തമാക്കി. 21 പന്തിൽ 50 തികച്ച് ദിവസങ്ങൾക്ക് മുൻപ് അഭിഷേക് ശർമ്മ കുറിച്ച കിവീസിനെതിരെയുള്ള ഇന്ത്യൻ താരത്തിന്റെ വേഗതയേറിയ 50 എന്ന റെക്കോർഡും ഇഷാൻ തന്റെ കംബാക്കിൽ കടപുഴക്കി.